കൂട്ടുകാരെ എല്ലാവർക്കും edu.com സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ് കേട്ടോ. പേജ് നമ്പർ 15 സമുദ്രജല പ്രവാഹങ്ങൾ എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 15 ചിത്രം 1.8 ഒരു മാപ്പ് കാണുന്നുണ്ട്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു പിക്ചറാണ്. ആ പിക്ചറും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഉഷ്ണജല പ്രവാഹമുണ്ട്, ശീതജല പ്രവാഹമുണ്ട്. അതായത് തണുത്ത ജലം ഉള്ള പ്രവാഹമുണ്ട്, ചൂടുള്ള ജലം തണുക്കാത്തല്ലേ ചൂടുള്ള ജലമുള്ള പ്രവാഹങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവാഹങ്ങൾ നമ്മുടെ താപനിലയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, എന്താണ് ഈ പ്രവാഹങ്ങൾ എന്നൊക്കെ നമ്മളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. വരെ ഈ ഭൂപടം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്? ചുവന്ന വരകൾ ഇതിൽ കാണുന്നത് ഇവ ചൂടുള്ള ജലപ്രവാഹങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആ നീല വരകൾ തണുത്ത ജലപ്രവാഹങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഭാഗങ്ങൾ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയുടെ കിഴക്കൻ തീരങ്ങളാണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളെ കാണിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗൾഫ് സ്ട്രീമാണ് പ്രധാനപ്പെട്ട ഒരു ജലപ്രവാഹം. വടക്കേ അമേരിക്കയുടെ ഇവിടെ താഴെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ആരംഭിച്ചിട്ട് വടക്ക് കിഴക്കായിട്ട് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട ചൂടുള്ള അതായത് ഉഷ്ണജലപ്രവാഹമാണ് ഇവിടെ ഉള്ളത്. കട്ടിയുള്ള ചുവന്ന വരയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ജലപ്രവാഹം യൂറോപ്പിൻ്റെ കാലാവസ്ഥയെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അവിടുത്തെ തണുപ്പ് കുറക്കുകയും അതുമാത്രമല്ല കൂടുതൽ മിതമായിട്ടുള്ള കാലാവസ്ഥ നൽകുകയും ചെയ്യുന്നുണ്ട്. സ്ട്രീം അങ്ങനെ രണ്ടായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് ആഫ്രിക്കയുടെ ഭാഗത്തോട്ടും ഒന്ന് യൂറോപ്പിൻ്റെ ഭാഗത്തോട്ടുമായിട്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകണം നമുക്കിവിടെ കാണാൻ പറ്റും. അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ, യൂറോപ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ചൂടുള്ള ജലപ്രവാഹമായിട്ട് അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പ്രവാഹം എന്ന പേരിൽ ഒരു ഉഷ്ണജലപ്രവാഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് വടക്കൻ യൂറോപ്പിൻ്റെ തീരങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കാനറി കരന്റ് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് തെക്കോട്ട് ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തോട്ട് ഒഴുകുന്ന ഒരു തണുത്ത അല്ലെങ്കിൽ ഒരു ശീതജല പ്രവാഹമാണ് ഇവിടെ ഉള്ളത്. ഇത് നീലവരയായിട്ട് കാണുന്നുണ്ട് അത് കേട്ടോ. പിന്നെ ലാബ്രഡോർ പ്രവാഹം ആർട്ടിക് മേഖലയിൽ നിന്ന് തെക്കോട്ട് താഴോട്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് ഒഴുകുന്ന ഒരു തണുത്ത ജലപ്രവാഹമാണ് അല്ലെങ്കിൽ ഒരു ശീതജലപ്രവാഹമാണ് ഇവിടെ ഭൂപടത്തിൽ. ഇത് നീലവരയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ തണുത്ത ജലപ്രവാഹം ഗൾഫ് സ്ട്രീമിനെ കണ്ടുമുട്ടുന്ന ഇവിടെ രണ്ടു തമ്മിൽ കൂട്ടിമുട്ടുന്ന ന്യൂ ഫൗണ്ട് ലാൻഡ് തീരത്ത് ഇടയ്ക്കിടെ മഞ്ഞുവീഴ്ചക്കും മൂടൽ മഞ്ഞിനൊക്കെ കാരണമാവാറുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചുരുക്കത്തിൽ ഓരോ രാജ്യത്തിൻ്റെ അടുത്തെത്തുമ്പോഴും ഈ പ്രവാഹങ്ങൾക്കൊക്കെ മറ്റൊരു പേര് വരുന്നുണ്ട് അല്ലേ. വ്യത്യസ്ത പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ ഭൂമിയിലെ താപനിലയെയും അതുപോലെ കാലാവസ്ഥയെയും ഒക്കെ സ്വാധീനിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചൂടുള്ള ജലപ്രവാഹങ്ങൾ തീരപ്രദേശങ്ങളിലെ തണുപ്പ് കുറക്കും, അതുപോലെ മിതമായൊരു കാലാവസ്ഥ അവിടെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുപോലെ ഈ തണുത്ത ജലപ്രവാഹങ്ങളാണെങ്കിലോ തീരങ്ങളിൽ തണുപ്പ് വർദ്ധിപ്പിക്കും, വരണ്ട കാലാവസ്ഥക്ക് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സമുദ്രജല പ്രവാഹങ്ങളുടെ ഈ ദിശയെയും സ്വഭാവത്തെയും കാറ്റ്, ഭൂമിയുടെ ഭ്രമണം തുടങ്ങിയ ഘടകങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭൂപടത്തിലെ അടയാളങ്ങളിൽ ഓരോ പ്രവാഹത്തിൻ്റെ ദിശ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങൾ സാധാരണയായിട്ട് ഭൂമധ്യരേഖയിൽ നിന്ന് താഴെ നിന്ന് ധ്രുവപ്രദേശങ്ങളിലോട്ട് ആണ് പോകുന്നത്. ശീതജല പ്രവാഹങ്ങളാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിന്ന് രേഖയിലോട്ടുമാണ് സഞ്ചാരദിശ. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യും. ഉദാഹരണത്തിന് ഉഷ്ണജല പ്രവാഹമായിട്ടുള്ള ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുകയും ചെയ്യുന്നു. അപ്പോൾ ചൂടുള്ള പ്രവാഹങ്ങൾ തണുത്ത ഏരിയയിലെത്തുമ്പോൾ അവർക്ക് മിതമായിട്ടുള്ള കാലാവസ്ഥയും, ശീതജല പ്രവാഹങ്ങൾ ചൂടുള്ള ഏരിയയിലെത്തുമ്പോൾ അവിടെയും ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഭൂപ്രകൃതിയിൽ എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ചിത്രം 1.9 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുന്നിൻ ചെരിവ് പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പർവ്വത ചെരിവുകളിൽ സൂര്യരശ്മി പതിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാകും. കാരണം എന്താണ്? ഇപ്പോൾ സൂര്യരശ്മി പതിക്കുന്ന ചെരിവുകൾ വിൻഡ് വാർഡ് സ്ലോപ്പ് എന്ന് പറയും.
ഈ ചെരിവ് സൂര്യന് അഭിമുഖമായിട്ട് വരും അല്ലേ. അപ്പോൾ കൂടുതൽ സൂര്യരശ്മി ഇവിടെ പതിക്കും. തന്മൂലം ഈ ഭാഗത്ത് താപനില കൂടുതലായിരിക്കും. ശൈത്യകാലത്ത് പോലും അതായത് തണുപ്പുള്ള കാലത്ത് പോലും ഈ ചെരിവ് താരതമ്യേന ഊഷ്മളമായിരിക്കും. പിന്നെ സൂര്യരശ്മി പതിക്കാത്ത ചെരിവുണ്ട് അല്ലേ, ലീവാർഡ് സ്ലോപ്പ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ ചെരിവ് സൂര്യന് എതിർവശത്തായിരിക്കും, സൂര്യൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നേരിട്ടുള്ള സൂര്യരശ്മി കുറവായിരിക്കും ലഭിക്കുക, അതായത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത ഏരിയ ആയിരിക്കും. താരതമ്യേന ഇവിടെ എന്തായിരിക്കും, തണുപ്പായിരിക്കും ഉണ്ടാവും അല്ലേ, തണുപ്പ് കൂടുതലുള്ള പ്രദേശമായിരിക്കും. തന്നെ ഒരേ ഉയരത്തിലുള്ള പർവ്വതത്തിൻ്റെ ഇരുവശങ്ങളിലും സൂര്യരശ്മി പതിക്കുന്നതിൽ വ്യത്യാസം കാരണം താപനിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, കൂടാതെ കാറ്റിൻ്റെ ദിശ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. കാറ്റ് വീശുന്ന ദിശയിലുള്ള ചെരിവിൽ, അതായത് വിൻഡ് വാർഡ് സ്ലൈഡ് ഉണ്ടാവില്ല, മഴ ലഭിക്കാനും അത് തണുപ്പ് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കാറ്റ് പോകാത്ത മറുവശത്താണെങ്കിലോ മഴയുടെ അളവ് കുറവായിരിക്കും. ഇത് താപനിലയിലെ വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പർവ്വത ചെരിവുകളിലെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ സൂര്യരശ്മി പതിക്കുന്നതിൻ്റെ അളവും കാറ്റിൻ്റെ ദിശയുമാണ്. ഇത് ഒരേ പർവ്വതത്തിൽ തന്നെ വ്യത്യസ്ത താപനിലകൾ അനുഭവപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത് ഭൗമോപരിതലത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾക്ക് അനുസൃതമായിട്ട് താപനിലയിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെന്നാണ്. ഇനി അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും അല്ലെങ്കിൽ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് താപനിലയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാൻ പോകണം. എല്ലാവർക്കും അറിയാം, നമ്മുടെ എയറിന്, അന്തരീക്ഷത്തിലുള്ള നമ്മുടെ വായുവിന് എന്തുണ്ട്, ഭാരമുണ്ട് എന്നല്ലേ. നമ്മളിപ്പോൾ സപ്പോസ് 2 ബലൂണുകൾ എടുക്കുകയാണെങ്കിൽ ഒരു ബലൂണ് ഒന്ന് വീർപ്പിച്ച ബലൂണും ഒന്ന് വീർപ്പിക്കാത്ത ബലൂണും എടുത്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് നോക്കുകയാണെങ്കിൽ വീർപ്പിച്ച ബലൂണിനായിരിക്കും എന്ത് ചെയ്യുക, നല്ല വെയിറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കറിയാം എന്തുണ്ട്, വായുവിന് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, വായും കൂടി ഉണ്ട് അല്ലേ. മറ്റേതിൽ എന്താ, വീർപ്പിച്ചിൽ വായുവില്ല. അപ്പോൾ എയറിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, മറ്റെല്ലാ വസ്തുക്കളെയും പോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെ നമ്മൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയും. നമ്മളിപ്പോൾ അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഒരു ഉപകരണം ഉണ്ട്, ഏതാണെന്നറിയോ, ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം, അന്തരീക്ഷമർദ്ദം അളക്കുന്നത് ബാരോമീറ്ററിലാണ് കേട്ടോ, ബാരോമീറ്റർ. അപ്പോൾ 2 ടൈപ്പ് ബാരോമീറ്ററുകളുണ്ട്. ഒന്ന് അനിറോയിഡ് ബാരോമീറ്ററും ഒന്ന് മെർക്കുറി ബാരോമീറ്ററുമാണ് ഉള്ളത്. ഇവിടെ ചിത്രം 1.10 ബാരോമീറ്ററുണ്ട്, 1.11 ഉണ്ട്. അപ്പോൾ മെർക്കുറി ബാരോമീറ്ററാണ് 1.10 കാണിക്കണം. അനിറോയിഡ് ബാരോമീറ്ററാണ് 1.11 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മെർക്കുറി ബാരോമീറ്ററിൽ ഒരു പ്രത്യേക ഉയരത്തിൽ നിൽക്കുന്ന മെർക്കുറി എന്ന് പറഞ്ഞ ദ്രാവകമാണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷമർദ്ദം ഇതിലാണ് രേഖപ്പെടുത്തുന്നത്. സാധാരണ അന്തരീക്ഷമർദ്ദം 76 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തുന്നുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ SI യൂണിറ്റ്, അന്തരീക്ഷമർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. അപ്പോൾ ഏതാണ് പാസ്കൽ, അന്തരീക്ഷമർദ്ദത്തിൻ്റെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. എന്നാൽ കാലാവസ്ഥാ റിപ്പോർട്ടുകളിലൊക്കെ സാധാരണ പറയുന്നത് മില്ലി ബാർ, MB അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ, HPA, ഹെക്ടോ പാസ്കൽ എന്നൊക്കെ ഉള്ള ഏകങ്ങൾ, അങ്ങനെയുള്ള യൂണിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, പാസ്കലാണ്. മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നിങ്ങനെയുള്ള യൂണിറ്റുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് മെർക്കുറി ബാരോമീറ്ററിൽ പ്രവർത്തന രീതി എങ്ങനെയാണോ എന്ന് പറഞ്ഞുതരാം. അന്തരീക്ഷമർദ്ദം കാരണം മെർക്കുറി എന്ന് പറഞ്ഞ ദ്രാവകം ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഉയരത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കും. ഈ ഉയരമാണ് അന്തരീക്ഷമർദ്ദമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സാധാരണയായിട്ട് സമുദ്രനിരപ്പിൽ അന്തരീക്ഷമർദ്ദം ഏകദേശം 76 സെൻറ്റിമീറ്റർ മെർക്കുറി ഉയരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ചിത്രം 1.11 അനിറോയിഡ് ബാരോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ അനിറോയിഡ് ബാരോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കണില്ല. അതിന് ലോഹ അറകളിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ആണ് ഈ മർദ്ദം അളക്കുന്നത്. അങ്ങനെ സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന ശരാശരി അന്തരീക്ഷമർദ്ദം 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആയിരിക്കും. ഈ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. അന്തരീക്ഷ താപനില, ഒന്നാമതാണ് അന്തരീക്ഷ താപനില. രണ്ടാമത്തെ അന്തരീക്ഷ നിരപ്പിൽ നിന്നുള്ള ഉയരം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമത്തത് അന്തരീക്ഷ വായുവിലെ ജലാംശം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഘടകങ്ങൾ ഓരോന്നും അന്തരീക്ഷ മർദ്ദത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾക്ക് പേജ് നമ്പർ 17 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്തരീക്ഷവായു ചൂടുപിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ടേമുകളൊക്കെ പറയുന്നുണ്ട്, ന്യൂനമർദ്ദ മേഖലകൾ, ഉച്ചമർദ്ദ മേഖലകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
അന്തരീക്ഷവായു ഭൂമിയിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അന്തരീക്ഷമർദ്ദം എല്ലായിടത്തും, ഭൂമിയുടെ എല്ലായിടത്തും ഒരുപോലെയല്ല. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിലെ വായുവിൻ്റെ അളവ് കുറയുകയും തന്മൂലം അന്തരീക്ഷമർദ്ദം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കുന്നത്. പ്രദേശങ്ങളെ ന്യൂനമർദ്ദ മേഖലകൾ എന്നാണ് പറയുന്നത്. ന്യൂനമർദ്ദ മേഖലകളിൽ കാറ്റ് താഴേക്ക് വരാതെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് മേഘങ്ങൾ ഉണ്ടാവാൻ, മഴക്കൊക്കെ സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ഉച്ചമർദ്ദം എന്തായിരിക്കും? അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ന്യൂനമർദ്ദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അന്തരീക്ഷത്തിൽ വായുവിൻ്റെ അളവ് കൂടുതലുള്ള ഇടങ്ങളിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിൽ വായുവിൻ്റെ അളവ് കൂടുതലുള്ള ഇടങ്ങളിൽ എങ്ങനെയായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഉച്ചമർദ്ദ മേഖലകളിലാണെങ്കിൽ കാറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരും. ഇത് പൊതുവെ തെളിഞ്ഞൊരു കാലാവസ്ഥയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ആയിട്ട് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും മർദ്ദത്തിന് എന്തൊക്കെയാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരും തോറും അന്തരീക്ഷവാതങ്ങളുടെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരും. ഓരോ 10 മീറ്ററിലും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ഇത് താഴെ ഭൂമിയോട് അടുത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ഈ മർദ്ദം കുറഞ്ഞു വരും. അപ്പോൾ 10 മീറ്റർ 1 മില്ലിബാർ രൂപത്തിലാണ് ഈ ഒരു കുറവ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ താഴെ സമുദ്രനിരപ്പിൽ നിന്നും ഒരു 10 മീറ്റർ മുകളിലാണെങ്കിൽ, കുന്നിൻ്റെ മുകളിലാണെങ്കിൽ അവിടെ 1 മില്ലിബാർ എന്ന തോതിൽ കുറയും. അതിന് മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് അന്തരീക്ഷമർദ്ദവും ആർദ്രതയും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വായുവിൽ ജലാംശം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ജലാംശം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും. അപ്പോൾ ആർദ്രത കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? വായുവിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നൈട്രജന്, ഓക്സിജന് തുടങ്ങിയ വാതകങ്ങളാണ്. ഈ വാതകങ്ങൾക്ക് ജലാംശത്തെക്കാളും ഭാരമുണ്ട്. വായുവിൽ ജലാംശം കൂടുമ്പോൾ ഈ ഭാരമേറിയ വാതകങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്ഥാനത്തേക്ക് താരതമ്യേന ഭാരം കുറഞ്ഞ ബാഷ്പം വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവ് വായു എടുക്കുമ്പോൾ അതിൽ ജലാംശം കൂടുമ്പോൾ മൊത്തത്തിലുള്ള ഭാരം എന്ത് ചെയ്യണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഭാരം കുറയുമ്പോൾ ആ വായു ചെലുത്തുന്ന മർദ്ദവും ഓട്ടോമാറ്റിക്കലി കുറയുന്നു. ഈ ആയിട്ടുള്ള വായുവിനെ അപേക്ഷിച്ച്, വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രതയുള്ള വായുവിൽ അന്തരീക്ഷമർദ്ദം കുറവാണ് ഉണ്ടാവുക. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജലാംശം കൂടുമ്പോൾ വായു എന്ത് ചെയ്യും? നേർത്തു പോകും. അപ്പോൾ ഇത് അന്തരീക്ഷമർദ്ദം കുറക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, ആർദ്രതയും മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. 17 ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് സമമർദ്ദ രേഖകളെക്കുറിച്ചാണ്. അതായത് ആഗോളമർദ്ദ മേഖലകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു ചിത്രീകരണത്തിലൂടെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതിനുവേണ്ടി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളുണ്ട്, അതിനെക്കുറിച്ചും. അപ്പോൾ അതിൽ വരക്കുന്ന വരകളെയാണ് നമ്മൾ സമമർദ്ദ രേഖകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് സമമർദ്ദ രേഖകൾ എന്നാണ് ഇവിടെ പറയുന്നത്. അറിയാം, കാറ്റുകൾ ഉണ്ടാവുന്നത് ഈ മർദ്ദമേഖലയിലെ വ്യത്യാസം മൂലമാണെന്നറിയാം അല്ലേ. അപ്പോൾ ഇളം കാറ്റുകളാണെങ്കിലും വിനാശകാരികളായിട്ടുള്ള കൊടുങ്കാറ്റുകളാണെങ്കിലും ഉണ്ടാവുന്നത് ഈ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കേട്ടോ. അല്ല പറയുന്നത് സ്ഥാനീയ മർദ്ദ വിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ്. എന്താണ് സ്ഥാനീയ മർദ്ദ വിതരണം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശത്തെ മർദ്ദ വിതരണം സംബന്ധിച്ച് എന്ത് ചെയ്യണം? വിശകലനങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മളല്ലേ. അപ്പം അത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക രേഖകൾ വരക്കുന്നു. ഇത്തരം സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ, ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഭൂപടത്തിൽ ഒരുപാട് പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദങ്ങൾ രേഖപ്പെടുത്തും. എന്നിട്ട് ഒരേപോലെയുള്ള മർദ്ദമേഖലകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരേപോലെയുള്ള മർദ്ദമേഖലകളെ അല്ലെങ്കിൽ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക രേഖ അവിടെ വരക്കും. ഈ വരകളെയാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഐസോബാർ എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് നമുക്ക് ഉത്തരം എഴുതേണ്ടത് ഈ ഒരു ആൻസറാണ് കേട്ടോ. നമ്മൾ അടുത്ത പേജ് എടുക്കുകയാണെങ്കിൽ ആഗോള മർദ്ദ വിതരണം കാണിക്കുന്ന ഒരു സമമർദ്ദ രേഖാ ഭൂപടത്തിൻ്റെ പിക്ചർ ഇവിടെ കാണുന്നുണ്ട്. ചിത്രം 1.12 നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് റൗണ്ടും അതുപോലെ ഇങ്ങനെ നീളത്തിൽ പോണ രേഖകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ. അപ്പോൾ ഇതിൽ എച്ച് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചമർദ്ദ മേഖലകളെയാണ്, എൽ എന്നത് ന്യൂനമർദ്ദ മേഖലകളെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ മർദ്ദം
മില്ലി ബാർ എന്ന യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഈ മർദ്ദം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? മില്ലി ബാറിലാണ് രേഖപ്പെടുത്തുന്നത്. അതായത് ഭൂപടത്തിലെ ഒരു പ്രത്യേക സമമർദ്ദ രേഖയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പാതയിലെ എല്ലാ സ്ഥലങ്ങളിലും, ആ പാതയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഒരേ അന്തരീക്ഷ മർദ്ദമായിരിക്കും അനുഭവപ്പെടുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തരീക്ഷ മർദ്ദം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഒരു പ്രദേശത്തുടനീളം ഏകദേശം ഒരേപോലെ വ്യാപിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ വിന്യാസം, അതായത് ഈ ഒരു ഇങ്ങനെ റൗണ്ടിൽ ചെയ്തിട്ടുള്ളത് സമമർദ്ദരേഖകളിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ സമമർദ്ദരേഖകൾ അടുത്തടുത്ത് ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് മർദ്ദവ്യത്യാസം, ആ ഒരു ഏരിയയിൽ മർദ്ദവ്യത്യാസം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് ശക്തമായിട്ടുള്ള കാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ബേസിക്. ഇപ്പോൾ രേഖകൾ അകന്നിരിക്കുകയാണെങ്കിലോ അപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറവായിരിക്കുന്നു നമ്മളവിടെ മനസ്സിലാക്കണം. ത്തിൽ ഈ എച്ച് എൽ എന്നൊക്കെ ഇട്ടിരിക്കുന്ന ന്യൂനമർദ്ദ മേഖലകളും ഉച്ചമർദ്ദ മേഖലകളും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് സംഖ്യകളില്ലേ, അത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുള്ള സമമർദ്ദ രേഖകളാണ് കേട്ടോ. അപ്പോൾ അതാണ് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ആഗോള വിന്യാസം, ലോകത്തെല്ലായിടത്തുമുള്ള ആ ഒരു വിന്യാസം മനസ്സിലാക്കാനും നമുക്ക് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും നമ്മളെ സഹായിക്കുന്ന രേഖകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചിത്രീകരണം നടത്തുന്നത്. നമുക്കറിയാം താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്നല്ലേ. താപം കുറയുമ്പോൾ മർദ്ദം കൂടും, അതുപോലെ താപം കൂടുമ്പോൾ മർദ്ദം കുറയും ചെയ്യും. അങ്ങനെ ഒരു വ്യത്യസ്ത രൂപത്തിലാണ് താപവും മർദ്ദവും തമ്മിൽ കിടക്കുന്നത് അല്ലേ. പറയാം, താപനിലയിലുള്ള വ്യത്യാസമാണ് ന്യൂനമർദ്ദത്തിനും ഉച്ചമർദ്ദത്തിനും കാരണമെന്ന്. കാര്യം എന്താ? ഭൂമിയിലെ ചൂട് അല്ലേ പല ഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. ചിലയിടങ്ങളിൽ ചൂട് കൂടും, ചിലയിടങ്ങളിൽ ചൂട് കുറയും. ഈ ചൂടിലുള്ള വ്യത്യാസമാണ് അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വായു അല്ലേ. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ വായുവാണ്, ലോ പ്രഷർ. അതുപോലെ അങ്ങനെയുള്ള മർദ്ദ മേഖലകളും, അതുപോലെ ഉച്ചമർദ്ദ മേഖലകൾ, ഹൈ പ്രഷറുള്ള ഭാരം കൂടിയ വായു അല്ലേ, അങ്ങനെയുള്ള മേഖലകളൊക്കെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, ചൂടുള്ള വായു ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെ ന്യൂനമർദ്ദവും ഉണ്ടാവും, തണുത്ത വായു താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉച്ചമർദ്ദവും രൂപപ്പെടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഉണ്ടാകുന്നത് അല്ലേ. കാര്യം എന്താ? അവിടെ ഏറ്റവും നന്നായിട്ട് താപം ഏൽക്കുന്ന ഏരിയയാണ്, അപ്പോൾ കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഉണ്ടാവും. ധ്രുവപ്രദേശങ്ങളിലാണെങ്കിലോ കൂടുതൽ അന്തരീക്ഷ മർദ്ദമായിരിക്കും. അവിടെ എന്താ? കൂടുതൽ ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം അങ്ങോട്ട് കൂടുതലായിട്ട് എത്തുന്നില്ല, ചെരിഞ്ഞാണ് പതിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലോട്ട് പോകും തോറും മർദ്ദം എന്നെങ്ങനെയാണ്? കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താ? ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം മൂലം അല്ലേ, ഭൂമിയുടെ ഭ്രമണം മൂലം കാറ്റുകളുടെ ദിശയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിന് പറയുന്നത് കോറിയോലിസ് എഫക്റ്റ് എന്നാണ് കേട്ടോ. കോറിയോലിസ് പ്രഭാവം, ഈ പ്രഭാവം മൂലമാണ് ഇങ്ങനെ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖയിൽ കുറഞ്ഞ മർദ്ദവും ധ്രുവങ്ങളിൽ കൂടിയ മർദ്ദവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും സ്ഥിരമല്ല. ഓക്കെ, മർദ്ദമേഖലയുടെ സ്ഥാനത്തും ശക്തിയിലുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. കാര്യം എന്താ? ഭൂമി ഇങ്ങനെ കറങ്ങല്ല, അപ്പോൾ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ലോകത്ത് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഭൂമിയുടെ കറക്കം, താപനിലയിലെ വ്യത്യാസങ്ങൾ, ഇവയുടെ എല്ലാം ഫലമായി പ്രത്യേക അക്ഷാംശങ്ങളിൽ സ്ഥിരമായിട്ടുള്ള മർദ്ദമേഖലകൾ രൂപം കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് സോണുകൾ ഉണ്ടാവുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ് സോണുകൾ അക്ഷാംശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മർദ്ദ മേഖലകൾ ഉണ്ടാകുന്നുണ്ട്. ഈ മേഖലകളിൽ ഒന്നുകിൽ ഉയർന്ന മർദ്ദമോ അല്ലെങ്കിൽ കുറഞ്ഞ മർദ്ദമോ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ലോകമെമ്പാടുമുള്ള കാറ്റുകളുടെ സഞ്ചാരത്തെയും അതുപോലെ കാലാവസ്ഥയെയും ഒക്കെ ഈ സ്ഥിരമായ മർദ്ദ മേഖലകൾ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഉള്ള മർദ്ദ മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ആഗോള മർദ്ദ മേഖലകളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആഗോള മർദ്ദ മേഖലകളിൽ നിന്ന് അപ്പുറത്തെ പേജിലുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോവും. അതുകൊണ്ട് നമുക്കിനി ബാക്കി ഭാഗങ്ങൾ ആഗോള മർദ്ദ മേഖല അടുത്ത ക്ലാസ്സിലാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.